വിളകളുടെ താങ്ങ് വിലയ്ക്ക് നിയമപരിരക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപവാസ സമരം നടത്തുന്ന പഞ്ചാബിലെ കർഷകരുമായി ഇന്ന് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. ചണ്ഡീഗഡിലാണ് ചർച്ച. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഈ സമരം ശക്തിപ്പെടുത്താനൊക്കെ ഈ കർഷകർ ആലോചിച്ചിരുന്നു. ഇന്ന് എപ്പോഴായിരിക്കും ചർച്ച? എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കർഷകർ ഈ ചർച്ചയെ കാണുന്നത്? ശ്രീജ, കഴിഞ്ഞ 14-ാം തീയതി ചണ്ഡീഗഡിൽ വെച്ച് കർഷകരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയുടെ തുടർച്ചയാണ് ഇന്നത്തെ ചർച്ച എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 14-ാം തീയതി നടന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറാകുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായിരിക്കും കർഷകരുടെ നിലപാട് എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ വെച്ച് ചർച്ച വേണമെന്നൊരാവശ്യം കർഷകർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അത് ചണ്ഡീഗഡിൽ തന്നെയാണ് ചർച്ച ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ജഗദീപ് സിംഗ് ദല്ലേവാൾ കർഷക നേതാവ് അദ്ദേഹം നടത്തിവരുന്ന ഉപവാസ സമരം 81 ദിവസം പിന്നിട്ടു. നേരത്തെ കഴിഞ്ഞ 14-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെ ആണ് ജനുവരി മാസം അവസാനത്തോടു കൂടി അദ്ദേഹം ചികിത്സ സ്വീകരിക്കാൻ തയ്യാറായത്. അപ്പോൾ പോലും ഉപവാസ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇന്നലെ ശുഭ്കരൺ സിംഗ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് ശംഭുവിലും ഖനൌരി അതിർത്തിയിലുമൊക്കെ ഉണ്ടായിരുന്ന സമരങ്ങളിലാണ് വലിയ രീതിയിൽ സമരം കഴിഞ്ഞ വർഷം ഈ സമയത്ത് നടന്നിരുന്നു. അന്ന് പെല്ലറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിന്റെ 1-ാം ചരമവാർഷികമായിരുന്നു. ഇവിടെ കർഷക നേതാക്കൾ ഒത്തുകൂടി. അവിടെയും അവർ പറഞ്ഞ കാര്യം, ഈ സമരങ്ങളുടെ അടക്കം കേസെടുത്തവർക്കെതിരെ ആ കേസുകളൊന്നും തന്നെ പിൻവലിക്കാൻ ഇതുവരെ കേന്ദ്രം തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നാണ് പ്രഖ്യാപനമാണ് കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നത്തെ ചർച്ച നിർണായകമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്നും ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ 25-ാം തീയതി വീണ്ടും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കൂടിക്കാഴ്ചയിലെ തീരുമാനം എന്നുള്ളതെന്ന് ഏറെ പ്രധാനപ്പെട്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും അതിർത്തി മേഖലകൾ വീണ്ടും കർഷകർ തമ്പടിക്കുകയും അത് സംഘർഷത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ശ്രീജ, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഡെസ്കിൽ നിന്ന്.